ഇന്നത്തെ വചനവായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 6 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളും സങ്കീർത്തനം 6 മുതൽ 10 വരെയും. ഉൽപ്പത്തി പുസ്തകം അധ്യായം 6. തിന്മ വർദ്ധിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് ദൈവപുത്രന്മാർ കണ്ടു. തങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാവരിലും നിന്ന് അവർ തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എക്കാലവും നിലനിൽക്കുകയില്ല, കാരണം അവൻ ജഡം കൂടിയാണ്. അവന്റെ ആയുസ് ഇനി മുതൽ 120 വർഷമായിരിക്കും. ദൈവകുമാരന്മാർ മനുഷ്യപുത്രിമാരെ പ്രാപിക്കുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തിരുന്ന അക്കാലത്തും അതിനുശേഷവും ഭൂമിയിൽ നെഫീലുകൾ ഉണ്ടായി. അവരാണ് പുരാതന കാലത്തെ പേരെടുത്ത യുദ്ധവീരന്മാർ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതാണെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ രൂപവും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയതിൽ കർത്താവ് പരിതപിച്ചു. അവിടുത്തെ ഹൃദയം നൊന്തു. കർത്താവ് അരുൾ ചെയ്തു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യൻ മുതൽ മൃഗങ്ങളും ഇഴജന്തുക്കളും ആകാശത്തിലെ പറവകളും വരെ തുടച്ചു മാറ്റും. എന്തെന്നാൽ അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു. എന്നാൽ നോഹ കർത്താവിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി. ഇതാണ് നോഹയുടെ വംശാവലി. നോഹ നീതിമാനായിരുന്നു, തന്റെ തലമുറയിലെ പൂർണ്ണനായ മനുഷ്യൻ. ദൈവത്തോടൊപ്പം നോഹ വ്യാപരിച്ചു. നോഹ 3 പുത്രന്മാരെ ജനിപ്പിച്ചു: ഷേം, ഹാം, യാഫത്ത്. ദൈവത്തിന്റെ മുമ്പാകെ ഭൂമി ദുഷിച്ചതായി തീർന്നു. ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞു. ദൈവം ഭൂമിയെ നോക്കി, ഇതാ അത് ദുഷിച്ചതായിരിക്കുന്നു, കാരണം എല്ലാ മനുഷ്യരും ഭൂമിയിലെ തങ്ങളുടെ മാർഗങ്ങൾ ദുഷിപ്പിച്ചു കളഞ്ഞു. നോഹയുടെ പെട്ടകം. ദൈവം നോഹയോട് അരുൾ ചെയ്തു, എന്റെ മുമ്പിൽ മനുഷ്യരുടെ എല്ലാം അവസാനം അടുത്തു, കാരണം അവർ മൂലം ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ അവരെ ഭൂമിയോടൊപ്പം നശിപ്പിക്കും. ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കണം. അതിൽ മുറികൾ തിരിക്കുക. അതിന്റെ അകത്തും പുറത്തും കീല് തേക്കണം. ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത്. പെട്ടകത്തിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും. പെട്ടകത്തിന് നീ ഒരു മേൽക്കൂരയുണ്ടാക്കണം. മേൽക്കൂരയിൽ നിന്ന് 1 മുഴം താഴെ പെട്ടകത്തിന് ഒരു ജനലും വശത്ത് ഒരു വാതിലും വയ്ക്കണം. കീഴ്ത്തട്ടും 2-ാം തട്ടും 3-ാം തട്ടുമായി വേണം നീ അത് പണിയാൻ. ഇതാ ഞാൻ ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള എല്ലാ ശരീരികളെയും നശിപ്പിക്കാൻ ഭൂമിയുടെ മേൽ ജലപ്രളയം കൊണ്ടുവരും. ഭൂമിയിലുള്ളതെല്ലാം നശിക്കും. എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നീ പെട്ടകത്തിലേക്ക് കടക്കണം. നീയും നിന്നോടൊപ്പം നിന്റെ പുത്രന്മാരും നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും നിന്നോടൊപ്പം ജീവൻ നിലനിർത്തേണ്ടതിന് പെട്ടകത്തിലേക്ക് എല്ലാറ്റിലും നിന്ന്, എല്ലാ ജീവികളിലും ശരീരങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡി കൊണ്ടുവരണം. ജീവൻ നിലനിർത്തേണ്ടതിന് എല്ലാറ്റിലും നിന്ന്, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇനം തിരിഞ്ഞ്, ഭൂമിയിൽ ഇഴയുന്ന സകലതിലും നിന്ന് ഇനം തിരിഞ്ഞ് ഓരോ ജോഡി നിന്റെ പക്കലേക്ക് വരട്ടെ. നീയാകട്ടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും നിന്ന് എടുത്ത് നിന്റെ പക്കൽ ശേഖരിക്കണം. അവ നിനക്കും അവയ്ക്കുമുള്ള ഭക്ഷണമായിരിക്കും. ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. അപ്രകാരം തന്നെ അവൻ ചെയ്തു. പെട്ടകപ്രവേശം. അധ്യായം 7. കർത്താവ് നോഹയോട് അരുൾ ചെയ്തു, നീയും നിന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക, കാരണം ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ജോഡി വീതവും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡിയും നീ എടുക്കണം. അതുപോലെ ആകാശത്തിലെ പക്ഷികളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡി വീതവും. ഇത് ഭൂമുഖത്താകെ അവയുടെ വംശപരമ്പര നിലനിർത്തേണ്ടതിനാണ്. എന്തെന്നാൽ 7 ദിവസം കൂടി കഴിഞ്ഞാൽ 40 പകലും 40 രാവും ഭൂമിയിൽ ഞാൻ മഴ പെയ്യിക്കും. ഞാൻ ഉരുവാക്കിയ സകല ജീവികളെയും ഞാൻ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയമുണ്ടായത്. നോഹയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരും അവന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയത്തിനു മുമ്പേ പെട്ടകത്തിലേക്ക് വന്നു.
ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്തവയിൽ നിന്നും പക്ഷികളിൽ നിന്നും നിലത്തിഴയുന്ന സകലതിൽ നിന്നും നോഹയോട് കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ 2 വീതം ആണും പെണ്ണുമായി നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു. 7-ാം ദിവസം ഭൂമിയിൽ ജലപ്രളയമുണ്ടായി. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അതേ ദിവസം അത്യഗാധത്തിന്റെ ഉറവകളെല്ലാം പൊട്ടിയൊഴുകി. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടു. 40 പകലും 40 രാവും ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു. ഈ ദിനം തന്നെ നോഹയും നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യ, അവന്റെ പുത്രന്മാരുടെ 3 ഭാര്യമാർ എന്നിവരും അവനോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിച്ചു. അവരും ഇനമനുസരിച്ച് എല്ലാ ജീവികളും, എല്ലാ കന്നുകാലികളും, ഭൂമിയിൽ എഴയുന്ന എല്ലാ ഉരകങ്ങളും, എല്ലാ പക്ഷികളും, പറവകളും, ജീവശ്വാസമുള്ള എല്ലാ ശരീരങ്ങളിൽ നിന്നും 2 വീതം നോഹയുടെ അടുത്ത് പെട്ടകത്തിലേക്ക് വന്നു. അവനോട് ദൈവം കൽപ്പിച്ചിരുന്ന പോലെ സകല ശരീരങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി വന്നവയെല്ലാം അകത്ത് കടന്നു. അവനെ അകത്താക്കി കർത്താവ് വാതിലടച്ചു. ജലപ്രളയം. ഭൂമിയുടെ മേൽ 40 ദിവസത്തേക്ക് ജലപ്രളയമുണ്ടായി. ജലം പെരുകി പെട്ടകത്തെ ഉയർത്തി. അത് ഭൂമിക്ക് മുകളിൽ ഉയർന്നു പൊങ്ങി. ജലം പ്രബലപ്പെടുകയും ഭൂമിയിൽ ഏറെ പെരുകുകയും ചെയ്തു. പെട്ടകം ജലമുഖത്ത് ചരിച്ചു. ജലം ഭൂമിക്ക് മേൽ അത്യധികം പ്രബലപ്പെട്ടു. ആകാശം മുഴുവൻ്റെയും കീഴെയുള്ള എല്ലാ ഉന്നത പർവ്വതങ്ങളും മൂടപ്പെട്ടു. പർവ്വതങ്ങൾ മൂടപ്പെടുമാറ് ജലം അവയ്ക്ക് മുകളിൽ 15 മുഴവും ഉയർന്നു നിന്നു. പക്ഷികളിലും കന്നുകാലികളിലും വന്യമൃഗങ്ങളിലും ഭൂമിയിൽ നിറഞ്ഞിരുന്ന എല്ലാ ജന്തുക്കളിലും പെട്ട എല്ലാ ഭൂചര ശരീരങ്ങളും ചത്തൊടുങ്ങി. ഒപ്പം എല്ലാ മനുഷ്യരും. കരയിലുള്ളവയിൽ ജീവചൈതന്യശ്വാസം, നാസാന്തരങ്ങളിലുള്ളവയെല്ലാം ചത്തു. മനുഷ്യൻ മുതൽ മൃഗം വരെ, ഇഴജന്തുക്കൾ മുതൽ ആകാശപ്പറവ വരെ, ഭൂമുഖത്തെ സകല ജീവികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. അവ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. 150 ദിവസം വെള്ളപ്പൊക്കം ഭൂമിക്ക് മേൽ പ്രബലപ്പെട്ടു നിന്നു. അധ്യായം 8. ജലപ്രളയം ശമിക്കുന്നു. നോഹയെയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ഭൂമിക്ക് മേൽ കാറ്റു വീശാൻ ദൈവം ഇടയാക്കി. ജലം അടങ്ങി. ആഴത്തിന്റെ ഉറവുകളും ആകാശത്തിന്റെ ജാലകങ്ങളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴ നിലച്ചു. ഭൂമിയിൽ നിന്ന് ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ ജലം കുറഞ്ഞു. 7-ാം മാസം മാസത്തിന്റെ 17-ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതനിരയിൽ ഉറച്ചു. 10 മാസത്തേക്ക് ജലം കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം മാസം മാസത്തിന്റെ 1-ാം ദിവസം പർവ്വത ശൃംഗങ്ങൾ കണ്ടു തുടങ്ങി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിന് താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് മലങ്കാക്കിയെ പുറത്തേക്ക് അയച്ചു. അത് ഭൂമിയിൽ ജലം വെറ്റുവോളം പോയും വന്നും കൊണ്ടിരുന്നു. ഭൂതലത്തിൽ ജലത്തിന്റെ ശക്തി കുറഞ്ഞോ എന്ന് കാണാൻ അവൻ പിന്നീട് തന്റെ അടുത്ത് നിന്ന് പ്രാവിനെ പുറത്തേക്ക് അയച്ചു. ഭൂമുഖത്തെല്ലാം ജലമായതിനാൽ കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് അവന്റെ നേർക്ക് പെട്ടകത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ച് തന്റെ അടുത്തേക്ക് പെട്ടകത്തിലേക്ക് പ്രവേശിപ്പിച്ചു. 7 ദിവസം കൂടി കാത്തിരുന്നിട്ട് അവൻ പ്രാവിനെ വീണ്ടും പെട്ടകത്തിന് പുറത്തേക്ക് അയച്ചു. വൈകുന്നേരമായപ്പോൾ പ്രാവ് അവന്റെ അടുക്കിലേക്ക് വന്നു. ഇതാ അതിന്റെ ചുണ്ടിൽ ഇപ്പോൾ കൊത്തിയെടുത്ത ഒരു ഇലവില. അങ്ങനെ ഭൂതലത്തിൽ ജലത്തിന്റെ ശക്തി കുറഞ്ഞെന്ന് നോഹ അറിഞ്ഞു. 7 ദിവസം കൂടി കാത്തിരുന്ന ശേഷം അവൻ പ്രാവിനെ വീണ്ടും പുറത്തേക്ക് അയച്ചു. അത് പിന്നീട് ഒരിക്കലും അവന്റെ പക്കലേക്ക് തിരിച്ചു വന്നില്ല. 601-ാം വർഷം 1-ാം മാസത്തിന്റെ ആരംഭത്തിൽ ഭൂമിക്ക് മീതെയുള്ള ജലം വറ്റിത്തീർന്നു. നോഹ പെട്ടകത്തിന്റെ മേൽക്കൂര നീക്കി. അപ്പോൾ അവൻ കണ്ടു, ഇതാ ഭൂമുഖം ഉണങ്ങിയിരിക്കുന്നു. 2-ാം മാസം മാസത്തിന്റെ 27-ാം ദിവസമാണ് ഭൂമി ഉണങ്ങിയത്. ദൈവം നോഹയോട് ഇപ്രകാരം പറഞ്ഞു, പെട്ടകത്തിൽ നിന്ന് പുറത്തു വരിക, നീയും നിന്നോടൊപ്പം നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും നിന്റെ പുത്രന്മാരുടെ ഭാര്യമാരും. പക്ഷികളിലും മൃഗങ്ങളിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഉരകങ്ങളിലും കന്നുകാലികളിലുമായി എല്ലാ ശരീരങ്ങളിൽ നിന്ന് നിന്നോടൊപ്പമുള്ള എല്ലാ ജന്തുക്കളെയും പുറത്തേക്ക് കൊണ്ടുവരിക. അവ ഭൂമിയിൽ തിങ്ങി നിറയട്ടെ, ഭൂതലത്തിൽ അവ പെറ്റുപെരുകട്ടെ. നോഹ തന്റെ പുത്രന്മാരോടും തന്റെ ഭാര്യയോടും തന്റെ പുത്രന്മാരുടെ ഭാര്യമാരോടുമൊത്ത് പുറത്തു വന്നു. എല്ലാ ജീവികളും എല്ലാ ഇഴജന്തുക്കളും എല്ലാ പക്ഷികളും
ഭൂതലത്തിൽ ചലിക്കുന്നവയൊക്കെയും അവയുടെ വർഗമനുസരിച്ച് പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. നോഹ ബലിയർപ്പിക്കുന്നു. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പക്ഷികളിൽ നിന്ന് അവൻ ബലിപീഠത്തിൽ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. സുരഭില പരിമളം ആസ്വദിച്ചപ്പോൾ കർത്താവ് ഹൃദയത്തിൽ പറഞ്ഞു, ഇനി ഒരിക്കലും മനുഷ്യനെ പ്രതി മണ്ണിനെ ഞാൻ ശപിക്കുകയില്ല. കാരണം ചെറുപ്പം മുതൽ മനുഷ്യന്റെ ഹൃദയഭാവന ദുഷിച്ചതാണ്. ഞാൻ ചെയ്തതുപോലെ ഇനി ഒരിക്കലും ജീവജാലം ഒന്നടങ്കം ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും തണുപ്പും ചൂടും വേനലും വർഷവും പകലും രാവും നിലയ്ക്കുകയില്ല. അധ്യായം 9. നോഹയുമായി ഉടമ്പടി. നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവീൻ. നിങ്ങളെക്കുറിച്ചുള്ള ഭയവും നിങ്ങളെക്കുറിച്ചുള്ള നടുക്കവും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും ആകാശത്തിലെ എല്ലാ പക്ഷികളുടെയും മേലും മണ്ണിലെ എല്ലാ ഇഴജന്തുക്കളിലും സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളിലും ഉണ്ടായിരിക്കും. അവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചരിക്കുന്ന ഓരോ ജീവിയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഹരിത സസ്യങ്ങൾ പോലെ തന്നെ ഇവയെല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നാൽ മാംസം അതിൻ്റെ ജീവനോടുകൂടെ രക്തത്തോടും കൂടെ നിങ്ങൾ ഭക്ഷിക്കരുത്. തീർച്ചയായും നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ രക്തം ഞാൻ ആവശ്യപ്പെടും. ഓരോ ജീവിയുടെയും കയ്യിൽ നിന്ന് അത് ഞാൻ ആവശ്യപ്പെടും. മനുഷ്യന്റെ കയ്യിൽ നിന്ന്, അവന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മനുഷ്യജീവൻ ഞാൻ ആവശ്യപ്പെടും. മനുഷ്യന്റെ രക്തം ചിന്തുന്നവന്റെ രക്തം മനുഷ്യനാൽ ചിന്തപ്പെടും. എന്തെന്നാൽ ദൈവത്തിന്റെ ഛായയിലാണല്ലോ അവിടുന്ന് അവനെ മെനഞ്ഞത്. നിങ്ങൾ പെറ്റുപെരുകുവേൻ, ഭൂമിയിൽ നിറയുവേൻ, അവളിൽ നിങ്ങൾ പെരുകുവേൻ. നോഹയോടും അവനോടുകൂടി ഉണ്ടായിരുന്ന പുത്രന്മാരോടും ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു, ഞാനിതാ നിങ്ങളുമായും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികളുമായും എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നവ തുടങ്ങി ഭൂമിയിലെ സകല ജന്തുക്കളുമായും നിങ്ങളോടൊത്തുള്ള സകല ജീവജാലവുമായും പക്ഷിജാലത്തിലും മൃഗഗണത്തിലും സകല ഭൗമജീവിയിലും നിങ്ങളോടുകൂടെയുള്ളവയുമായും നിങ്ങളുമായും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇനിയൊരിക്കലും ജലപ്രളയത്താൽ ശരീരികളാകമാനം നശിപ്പിക്കപ്പെടുകയില്ല. ഭൂമിയെ നശിപ്പിക്കും വിധം ഇനിയൊരു പ്രളയം ഉണ്ടാവുകയില്ല. അനന്തരം ദൈവം പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിലും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലും തലമുറകളോളം ശാശ്വതമായി ഞാൻ ഉറപ്പിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ഞാൻ മേഘത്തിൽ എൻ്റെ വില്ല് വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ഞാൻ ഭൂമി മേഘാവൃതമാക്കുകയും വില്ല് മേഘത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുമായും സകല ശരീരയിലും പെട്ട ഓരോ ജീവജാലവുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ അനുസ്മരിക്കും. ശരീരികളെ ഒന്നാകെ നശിപ്പിക്കും വിധം ഇനിയൊരിക്കലും ജലം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവവും ഭൂമിയിലെ സകല ശരീരയിലും പെട്ട ഓരോ ജീവജാലവും തമ്മിലുള്ള ശാശ്വതമായ ഉടമ്പടി ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ അത് നോക്കിക്കാണും. ദൈവം നോഹയോട് അരുൾ ചെയ്തു, ഇത് ഞാനും ഭൂമിയിലെ ഓരോ ശരീരയും തമ്മിൽ ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും. നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫത്ത് എന്നിവരാണ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ. ഹാമാണ് കാനാന്റെ പിതാവ്. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവരെ കൊണ്ടാണ് ഭൂമി മുഴുവൻ നിറഞ്ഞത്. കർഷക വൃത്തി ആരംഭിച്ച് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി അവൻ തന്റെ കൂടാരത്തിന്റെ നടുവിൽ വിവസ്ത്രനായി കിടന്നു. കാനാന്റെ പിതാവായ ഹാം തന്റെ പിതാവിന്റെ നഗ്നത കാണുകയും പുറത്തുണ്ടായിരുന്ന തന്റെ സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫത്തും മേൽവസ്ത്രമെടുത്ത് തങ്ങൾ ഇരുവരുടെയും തോളിലിട്ട് പുറകോട്ട് നടന്നു ചെന്ന് സ്വപിതാവിന്റെ നഗ്നത മറച്ചു. മുഖം പിറകോട്ട് തിരിച്ചിരുന്നതിനാൽ തങ്ങളുടെ പിതാവിന്റെ നഗ്നത അവർ കണ്ടില്ല. ലഹരി വിട്ടുണർന്ന നോഹ തന്റെ ഇളയ മകൻ തന്നോട് ചെയ്തതെന്തെന്നറിഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെട്ടവൻ. അവൻ തന്റെ സഹോദരങ്ങൾക്ക് അടിമകളുടെ അടിമയാകും. തുടർന്ന് അവൻ പറഞ്ഞു, ഷേമിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. കാനാൻ അവന് അടിമയാകട്ടെ. ദൈവം യാഫത്തിനെ വിപുലമാക്കട്ടെ. അവൻ ഷേമിന്റെ കൂടാരങ്ങളിൽ പാർക്കട്ടെ. കാനാൻ അവരുടെ അടിമയാകട്ടെ. പ്രളയത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചു. നോഹയുടെ ആകെ ജീവിതായുസ് 950 വർഷമായിരുന്നു. അവൻ മരിച്ചു. അധ്യായം 10. ജനതകളുടെ ഉത്ഭവം.
നോഹയുടെ പുത്രന്മാരായ ഷേമിൻ്റെയും ഹാമിൻ്റെയും യാഫത്തിൻ്റെയും തലമുറകൾ. പ്രളയശേഷം അവർ ജന്മം കൊടുത്ത മക്കൾ ഇവയാണ്. യാഫത്തിൻ്റെ മക്കൾ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിൻ്റെ മക്കൾ അഷ്കനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ മക്കൾ എലിഷ, താർഷിഷ്, കിത്തിം, ദോദാനിം. ഇവരിൽ നിന്നാണ് ജനപദങ്ങൾ അവരുടെ ദേശങ്ങളിൽ ഓരോന്നിൻ്റെയും ഭാഷയനുസരിച്ചും അവരുടെ ജനതകളിൽ താങ്കളുടെ വംശമനുസരിച്ചും വിന്യസിക്കപ്പെട്ടത്. ഹാമിൻ്റെ മക്കൾ കുഷ്, മിസ്രയീം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിൻ്റെ മക്കൾ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമയുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ഒരു വീരപുരുഷനാകാൻ തുടങ്ങി. അവൻ കർത്താവിൻ്റെ മുൻപിൽ ഒരു നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലൊരു നായാട്ട് വീരൻ എന്ന ചൊല്ലുണ്ടായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷീനാർ ദേശത്തെ ബാബേൽ, ഏറെക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. അവൻ ആ നാട്ടിൽ നിന്ന് അഷൂറിലേക്ക് പുറപ്പെട്ട് നിനവേ, റെഹോബോത്ത് ഈർ, കാലാഹ് എന്നിവ പണികഴിപ്പിച്ചു. ഒപ്പം നിനവേയ്ക്കും കാലാഹിനുമിടയിൽ റേസൻ എന്ന മഹാനഗരവും. മിസ്രയീം ജന്മം കൊടുത്തതാണ് ലൂദിം, അനാമിം, ലഹാബിം, നഫ്തൂഹിം, പത്രൂസിം. ഫിലിസ്തീർ പുറപ്പെട്ടു പോന്ന കസ്ലൂഹിം, കഫ്തോറിയും എന്നിവ. കാനാൻ ജന്മം നൽകിയത് തൻ്റെ കടിഞ്ഞൂലായ സീദോനും ഹേത്ത്, ജബൂസിയർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവർക്കുമായിരുന്നു. പിൽക്കാലത്ത് കാനാൻകാരുടെ വംശങ്ങൾ പലയിടത്തും വ്യാപിച്ചു. കാനാൻകാരുടെ ദേശാതിർത്തി സീദോൻ തുടങ്ങി ഗെരാറിലേക്കുള്ള ദിശയിൽ ഗാസ വരെയും, സോദോം, ഗൊമോറ, അത്മാ ദിശയിൽ സെബോയിം തുടങ്ങി ലാഷ വരെയുമാണ്. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ഹാമിൻ്റെ മക്കൾ. ഷേമിനും മക്കളുണ്ടായി. അവർ ഹെബ്രായരുടെ എല്ലാം പിതാവും യാഫത്തിൻ്റെ മൂത്ത സഹോദരനുമായിരുന്നു. ഷേമിൻ്റെ മക്കൾ ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിൻ്റെ മക്കൾ ഊസ്, ഹോൾ, ഗേദർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിനും ഷേലാഹ് ഏബറിനും ജന്മം കൊടുത്തു. ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒന്നാമൻ്റെ പേര് പേലഗ്, കാരണം അവൻ്റെ കാലത്താണ് ഭൂമി വിഭജിതമായത്. അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ. അവൻ അൽമോദാദ്, ഷേലഹ്, ഹസർമവത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷേബ, ഓഫിർ, ഹവില, യോബാബ് എന്നിവർക്ക് ജന്മം കൊടുത്തു. ഇവരൊക്കെയായിരുന്നു യോക്താൻ്റെ മക്കൾ. അവർ പാർത്തിരുന്ന നാട് മേഷ തുടങ്ങി കിഴക്കൻ മലയായ സേഫാറിൻ്റെ ദിശയിലായിരുന്നു. ഇവരാണ് തങ്ങളുടെ ദേശങ്ങളിലും ജനതകളിലും വംശവും ഭാഷയും അനുസരിച്ച് ഷേമിൻ്റെ മക്കൾ. ഇവയാണ് തങ്ങളുടെ ഉൽപ്പത്തി അനുസരിച്ച് ജനതകളിൽ നോഹയുടെ മക്കളുടെ വംശങ്ങൾ. ഇവരിൽ നിന്നാണ് പ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിൽ വേർതിരിഞ്ഞത്. സങ്കീർത്തനങ്ങൾ 6 മുതൽ 10 വരെ. സങ്കീർത്തനം 6. രോഗാവസ്ഥയിൽ വിലാപം. കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, എന്നിൽ കനിയണമേ, എന്തെന്നാൽ ഞാൻ തളർന്നിരിക്കുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തെന്നാൽ എൻ്റെ അസ്ഥികൾ അസ്വസ്ഥമായിരിക്കുന്നു. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. അല്ലയോ കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, തിരിച്ചു വരണമേ, എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ അങ്ങയുടെ അനുസ്മരണമില്ലാത്തതിനാൽ പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും? എൻ്റെ വിലാപം മൂലം ഞാൻ തളർന്നു. രാത്രി തോറും ഞാൻ എൻ്റെ മെത്ത കണ്ണീരാൽ നനയ്ക്കുന്നു. എൻ്റെ കിടക്ക കുതിർക്കുന്നു. ദുഃഖത്താൽ എൻ്റെ കണ്ണു മങ്ങുന്നു. എൻ്റെ എല്ലാ എതിരാളികളാലും അത് ക്ഷയിക്കുന്നു. ദുഷ്കർമ്മികളായ നിങ്ങളെല്ലാം എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്തെന്നാൽ കർത്താവ് എൻ്റെ വിലാപസ്വരം കേട്ടിരിക്കുന്നു. കർത്താവ് എൻ്റെ യാചന ശ്രവിച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നത്. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് അത്യന്തം പരിഭ്രാന്തരാകട്ടെ. അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങട്ടെ.
സങ്കീർത്തനം 7. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ പിന്തുടരുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ. അല്ലെങ്കിൽ സിംഹത്തെപ്പോലെ അവർ എൻ്റെ ആത്മാവിനെ ചീന്തിക്കീറും. മോചിപ്പിക്കാൻ ആരുമില്ലാതെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈപ്പത്തുകളിൽ അകൃത്യമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പകരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ എതിരാളിയെ അകാരണമായി കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എൻ്റെ ആത്മാവിനെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവൻ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ. ആന്തരേന്ദ്രിയങ്ങൾ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ എതിരാളികളുടെ അഹന്തയ്ക്കെതിരെ ഉണരണമേ. എനിക്കായി ഒരു ന്യായവിധി കൽപ്പിക്കണമേ. ജനപദങ്ങളുടെ സമൂഹം അങ്ങയെ ചൂഴ്ന്നു നിൽക്കട്ടെ. അവർക്ക് മീതെ ഉന്നതത്തിൽ അങ്ങ് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. എൻ്റെ നീതിയും നിഷ്കളങ്കതയും അനുസരിച്ച് കർത്താവെ എൻ്റെ മേൽ വിധി പ്രസ്താവിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളും അന്തരംഗങ്ങളും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. പരമാർത്ഥ ഹൃദയരെ രക്ഷിക്കുന്ന ദൈവമാണ് എനിക്ക് മീതെയുള്ള എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അനുദിനം രോഷം കൊള്ളുന്ന ദൈവമാണ്. മനസ്സ് മാറ്റുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലു കുലച്ച് അത് ഒരുക്കി വെച്ചിരിക്കുന്നു. കത്തുന്നവയായി അവിടുന്ന് തൻ്റെ ശരങ്ങളുണ്ടാക്കി മാരകായുധങ്ങൾ തനിക്കായി സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദോഷം ജനിപ്പിക്കുന്നവനാകട്ടെ അധർമ്മത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, അത് ആഴപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ തന്നെ അവൻ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിലേക്ക് തന്നെ തിരിയുന്നു. അവൻ്റെ അക്രമം സ്വന്തം നെറുകയിൽ പതിക്കുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് കീർത്തനമാലപിക്കും. സങ്കീർത്തനം 8. ദൈവമഹത്വവും സൃഷ്ടി മാഹാത്മ്യവും. കർത്താവേ, ഞങ്ങളുടെ നാഥ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം! അങ്ങയുടെ പ്രതാപം ആകാശങ്ങൾക്കുപരി സ്ഥാപിതമായിരിക്കുന്നു. അങ്ങയുടെ എതിരാളികളായ ശത്രുവിനെയും പ്രതികാരദാഹിയെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരം മുഖേന അങ്ങ് പ്രതിരോധ ശക്തിക്ക് അടിസ്ഥാനമിട്ടു. അങ്ങയുടെ അങ്കുലി നിർമ്മിതമായ അമ്പരങ്ങളെയും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. എന്നിട്ടും അങ്ങ് ഓർക്കാൻ മാത്രം മർത്യനും അങ്ങ് കരുതാൻ മാത്രം മനുഷ്യസന്തതിയും എന്താണ്? എന്നിട്ടും അങ്ങ് അവനെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി. മഹത്വവും പ്രാഭവവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങയുടെ കരവേലകൾക്ക് മേൽ അവനെ അധിപതിയാക്കി. എല്ലാറ്റിനെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. എല്ലാ ആടുമാടുകളെയും വന്യമൃഗങ്ങളെയും ആകാശപ്പറവയെയും കടൽ മീനുകളെയും സമുദ്രങ്ങളുടെ പാതകൾ താണ്ടുന്നതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ നാഥ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം! സങ്കീർത്തനം 9. മർദ്ദിതൻ്റെ കൃതജ്ഞത. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ സകല അതിശയകൃത്യങ്ങളും ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ സന്തോഷിച്ച് ആഹ്ലാദിക്കും. അത്യുന്നതനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനമാലപിക്കും. എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞപ്പോൾ കാലിടറി വീഴുകയും അങ്ങേ മുമ്പിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു. എന്തെന്നാൽ അങ്ങ് എൻ്റെ ന്യായവും വിധിയും നടത്തി തന്നിരിക്കുന്നു. നീതിയുള്ള ന്യായാധിപ, അങ്ങ് സിംഹാസനത്തിലിരിക്കുന്നു. അങ്ങ് ജനതകളെ ശകാരിച്ചു, ദുഷ്ടനെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. വാളുകൾ ശത്രുവിനെ നിത്യമായി അവസാനിപ്പിച്ചിരിക്കുന്നു. നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ തന്നെ ഒടുങ്ങിയിരിക്കുന്നു. എന്നാൽ കർത്താവ് ശാശ്വതമായി ആസനസ്ഥനായിരിക്കുന്നു. തൻ്റെ സിംഹാസനം അവിടുന്ന് ന്യായവിധിക്കായി സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടെ ന്യായവിധി ചെയ്യുന്നു. അവിടുന്ന് ജനപദങ്ങളെ പരമാർത്ഥതയോടെ വിധിക്കുന്നു. കർത്താവ് മർദ്ദിതന് സങ്കേതമാണ്, ക്ലേശത്തിലാകുന്ന നേരങ്ങളിൽ ഒരു സങ്കേതം. അങ്ങേ നാമം അറിയുന്നവർ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. സിയോൻ വാസിയായ കർത്താവിന് കീർത്തനമാലപിക്കുവിൻ. ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർമ്മിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവെ, എന്നിൽ കനിയണമേ.
മരണ കവാടങ്ങളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, വിദ്വേഷകരിൽ നിന്നുള്ള എൻ്റെ പീഡകൾ കാണണമേ. സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ അങ്ങയുടെ സ്തുതികളെല്ലാം ഞാൻ വിവരിക്കേണ്ടതിന് അങ്ങയുടെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കട്ടെ. ജനതകൾ കുഴിച്ച കുഴിയിൽ അവർ തന്നെ താണടിഞ്ഞു. അവർ ഒരുക്കിയ വലയിൽ അവരുടെ കാൽ തന്നെ കുരുങ്ങി. കർത്താവ് തന്നെ വെളിപ്പെടുത്തി. അവിടുന്ന് ന്യായവിധി നടത്തി. സ്വന്തം മുഷ്ടികർമ്മങ്ങളാൽ ദുഷ്ടൻ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിലേക്ക് മടങ്ങട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. ദരിദ്രർ നിത്യം വിസ്മരിക്കപ്പെടുകയില്ല. പീഡിതരുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. മർത്യൻ പ്രബലപ്പെടാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ ന്യായം വിധിക്കപ്പെടട്ടെ. കർത്താവേ, അവർക്ക് ഭീതിയുളവാക്കണമേ. തങ്ങൾ മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ. സങ്കീർത്തനം 10. നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ, എന്തുകൊണ്ടാണ് അങ്ങ് ദൂരത്ത് നിൽക്കുന്നത്, ദുരിത നേരങ്ങളിൽ മറഞ്ഞിരിക്കുന്നതും? ദുഷ്ടൻ ഗർവോടെ പാവപ്പെട്ടവനെ ആട്ടിപ്പായിക്കുന്നു. അവർ നിരൂപിച്ച കെണിയിൽ അവർ തന്നെ പിടിക്കപ്പെടട്ടെ. എന്തെന്നാൽ ദുഷ്ടൻ ആത്മാഭിലാഷത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. അവൻ നേട്ടം കൊയ്യുന്നവനെ അഭിവാദ്യം ചെയ്ത് കർത്താവിനെ പുറന്തള്ളുന്നു. അഹങ്കാര പ്രമത്തനാകിയാൽ ദുഷ്ടൻ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരങ്ങളെല്ലാം. അവൻ്റെ മാർഗങ്ങൾ എല്ലാ നേരവും വിജയിക്കുന്നു. അങ്ങയുടെ ന്യായവിധികൾ അവനിൽ നിന്ന് ഏറെ ഉയരത്തിലാണ്. തൻ്റെ എതിരാളികൾക്കെല്ലാം എതിരെ അവൻ ചീറ്റുന്നു. അവൻ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ കുലുങ്ങുകയില്ല. തലമുറകളിൽ എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ല. ശാപവും വഞ്ചനയും മർദ്ദനവും കൊണ്ട് അവൻ്റെ വായ് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവുമാണ്. അവൻ ഗ്രാമങ്ങളുടെ ഒളിസ്ഥാനത്തിരിക്കുന്നു. ഒളിയിടങ്ങളിൽ അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ നിസ്സഹായനു വേണ്ടി നോക്കിയിരിക്കുന്നു. അഗതിയെ പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു. അഗതിയെ തൻ്റെ വലയിൽ കുടുക്കിയിട്ട് അവൻ പിടികൂടുന്നു. കുറ്റിക്കാട്ടിൽ സിംഹത്തെപ്പോലെ അവൻ പതിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് പമ്മിക്കിടക്കുന്നു. അവൻ്റെ ശക്തന്മാർ മൂലം നിസ്സഹായർ നിലംപതിക്കുന്നു. അവൻ മനസ്സിൽ പറയുന്നു, തമ്പുരാൻ എല്ലാം മറന്നു കളയുന്നു. തൻ്റെ മുഖം മറച്ചിരിക്കുന്നു. അവിടുന്ന് ഒരിക്കലും കാണുന്നില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. ദൈവമേ, കരം ഉയർത്തണമേ. പീഡിതരെ മറക്കരുതേ. എന്തിനാണ് ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അങ്ങ് ചോദ്യം ചെയ്യുകയില്ലെന്ന് ഹൃദയത്തിൽ പറയുന്നതും? അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. കഷ്ടപ്പാടും വിഷമവും അങ്ങ് ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങയുടെ കരം കൊണ്ട് പകരം വീട്ടാൻ തന്നെ. നിസ്സഹായൻ അങ്ങേ പക്കൽ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. അനാഥന് അങ്ങാണല്ലോ സഹായകൻ. ദുഷ്ടന്റെയും നീചന്റെയും ഭുജം തകർക്കണമേ. അങ്ങേക്ക് കൂടുതലായൊന്നും കണ്ടെത്താനില്ലാത്ത വിധം അവൻ്റെ ദുഷ്ടത അങ്ങ് തിരയണമേ. കർത്താവ് എന്തെന്നേക്കും രാജാവാണ്. ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോയി. കർത്താവെ, പീഡിതരുടെ അഭിലാഷം അങ്ങ് കേൾക്കുന്നു. അങ്ങ് ചെവി ചായ്ച്ച് അവരുടെ ഹൃദയം ഉറപ്പിക്കുന്നു. അനാഥനും മർദ്ദിതനും അങ്ങ് ന്യായം നടത്തിക്കൊടുക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ മേലിൽ അവരെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ തന്നെ.